അടുത്തുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന ഈ കടലിടുക്കാണ് ലോകത്തിലെ ഓയിൽ നാച്ചുറൽ ഗ്യാസ് സപ്ലൈയുടെ 20% ഈ വഴി കടന്നു പോകുന്നു. ഒരുപക്ഷെ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തടഞ്ഞാൽ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് തന്നെ പറയാം. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന്റെ അടുത്തുള്ള 7 ദ്വീപുകളും 1970 മുതൽ ഇറാന്റെ കൺട്രോളിലാണ്. അതിനു മുമ്പ് ഇത് UAEയുടെ നിയന്ത്രണത്തിലായിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇറാൻ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിലെ മികച്ച സൈന്യവും സമ്പത്തും ഉണ്ടായിട്ടും ഒരു രാജ്യത്തിനും ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇറാൻ അത്ര പവർഫുൾ ആണോ? വരൂ നമുക്ക് നോക്കാം. ഇന്ന് ഇറാനെ ഒരു പവർഫുൾ രാജ്യമാക്കി മാറ്റുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇറാന്റെ ജിയോ പൊളിറ്റിക്സ് ആണ്. ഇറാനിയൻ ജനങ്ങളിൽ 62% പേർഷ്യൻസ്, 16% അസേറി, 10% കുർദ്, 12% ബലൂച്ച്, ലൂർ, അറബ്സ്, ടർക്സ് തുടങ്ങി മൊത്തം 9 കോടി ജനങ്ങൾ അവിടെ ജീവിക്കുന്നു. ഇതിൽ 95% ജനങ്ങളും ഷിയ മുസ്ലിംസ് ആണ്. ഷിയ മുസ്ലിംസും സുന്നി മുസ്ലിംസും തമ്മിലുള്ള വ്യത്യാസം ചുരുക്കത്തിൽ പറയാം. മുഹമ്മദിന്റെ കാലശേഷം അടുത്ത ഖലീഫ ആരാണ് എന്നുള്ളതിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തർക്കമുണ്ടായി. ഹസ്രത്ത് അബൂബക്കർ അടുത്ത ഖലീഫയാകണമെന്ന് ഒരു കൂട്ടരും മറ്റൊരു കൂട്ടർ ഹസ്രത്ത് അലി ഇബ്നു അബി തലീബ് ഖലീഫയാകണമെന്നും അഭിപ്രായപ്പെട്ടു. ഇത് കാരണം രണ്ടായി പിരിഞ്ഞ മുസ്ലിം സമൂഹം അബൂബക്കറിനെ ഖലീഫയായി അംഗീകരിച്ച സുന്നി മുസ്ലിംസായും ഹസ്രത്ത് അലിയെ ഖലീഫയായി അംഗീകരിച്ച ഷിയ മുസ്ലിംസുമായി മാറി. പിന്നീട് പല വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രണ്ട് മുസ്ലിം സമൂഹമാണ് മെയിനായിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സുന്നി മുസ്ലിംസ് ആണ് കൂടുതൽ. ഇറാൻ, ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഷിയ മുസ്ലിംസും. ലോകത്തിലെ ആകെ മുസ്ലിം ജനങ്ങളിൽ 87 മുതൽ 90% വരെ സുന്നികളും 7 മുതൽ 10% വരെ മാത്രമാണ് ഷിയ മുസ്ലിംസ്. ഇസ്ലാം മതത്തെ ഫോളോ ചെയ്യുന്നവരെയെല്ലാം മുസ്ലിം എന്ന് വിളിച്ചാലും ഇന്ത്യ, അറബ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള മുസ്ലിംസും ഇറാനിലുള്ള മുസ്ലിംസും ഒരുപോലെയല്ല. അതുപോലെ ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യമാണെങ്കിലും അറബ് ലീഗിൽ ഇവർ അംഗമല്ല. കാരണം അറബി സംസാരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അറബ് ലീഗ്. ഈ രാജ്യങ്ങളിലുള്ളവർ അറബ് മുസ്ലിംസ് എന്നറിയപ്പെടുന്നു. അറബ് രാജ്യങ്ങളിൽ സുന്നി മുസ്ലിംസിന്റെ ആധിപത്യമാണ്. ഇത് കാരണം ഇറാനിലുള്ള ഷിയ മുസ്ലിംസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം സാധാരണമാണ്. അത് ഇറാൻ സൗദി പ്രോക്സി മുതൽ ഇറാൻ സിവിൽ വാർ, സിറിയൻ സിവിൽ വാർ ഇതെല്ലാം ഉദാഹരണം. ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇറാന്റെ ഭൂപ്രകൃതിയാണ്. ഇറാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സാഗ്രോസ് എന്ന മലനിരകളുണ്ട്. ഇത് ഇറാന്റെ കടൽക്കരയിൽ നിന്ന് ഇറാഖ്, തുർക്കി വരെയും ഈ മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നു. ഈ ചെയിൻ ഓഫ് മൗണ്ടൈൻ ഇറാന് വലിയ അളവിൽ സുരക്ഷ കൊടുക്കുന്നുണ്ട്. ഇവിടെ പാറകളായത് കാരണം ഈ ഭാഗം കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. 1980കളിൽ ഇറാഖ് ഇറാനെ ആക്രമിച്ചപ്പോൾ ഈ മലനിരകൾ ഇറാനെ വളരെയധികം സഹായിച്ചു. ഇറാന്റെ എണ്ണ കിണറുകളെ കീഴടക്കി പിന്നീട് നഗരങ്ങളെ കീഴടക്കാൻ ഇറാഖ് പ്ലാൻ ചെയ്തു. പക്ഷേ ഇറാഖിന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ഷിയ റെവല്യൂഷൻ ഇല്ലാതാക്കണം എന്നതായിരുന്നു. കാരണം ഷിയ റെവല്യൂഷന്റെ ഫലങ്ങൾ അറബിയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് അറബ് രാജ്യങ്ങൾ പേടിച്ചിരുന്നു. ഇറാഖ് സൈന്യം ഇറാനെ ആക്രമിച്ചെങ്കിലും ഇറാനിലുള്ള കുഷസ്ഥാൻ എന്ന സ്ഥലം വരെ മുന്നേറാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഈ സാഗ്രോസ് മലനിരകൾ കടന്ന് ഇറാനെ കീഴ്പ്പെടുത്താൻ ഇറാഖ് വളരെയധികം ശ്രമിച്ചു. പക്ഷേ അതിന് അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് ഇറാൻ ഇറാഖ് സൈന്യത്തെ തിരിച്ചാക്രമിച്ച് ഇറാഖിന്റെ അതിർത്തിക്കുള്ളിൽ കടന്നു. പക്ഷേ ഇറാന്റെ എല്ലാ നഗരങ്ങളും സപ്ലൈ ഡിപ്പോകളും ഈ മലയുടെ മറു സൈഡ് ആയത് കാരണം ഇറാൻ സൈന്യത്തിന് ആവശ്യമുള്ള സപ്ലൈ എത്തിക്കാൻ ബുദ്ധിമുട്ടി. ഈ സമയം ഇറാഖിന്റെ സിറ്റികളെല്ലാം അടുത്തായത് കാരണം അവർക്ക് വേഗത്തിൽ സപ്ലൈ എത്തിക്കാൻ കഴിഞ്ഞു. 8 വർഷത്തോളം നീണ്ടു നിന്ന ഈ വാർ ഒരു തീരുമാനവും ഇല്ലാതെ, അതിർത്തിയിൽ ഒരു മാറ്റവും ഇല്ലാതെ അവസാനിച്ചു. ഇതുപോലെ ഇറാന്റെ വടക്ക് സൈഡിലുള്ള കാസ്പിയൻ കടലിൽ അൽബോസ് എന്ന മറ്റൊരു മലനിരകളുണ്ട്. ഇത് വടക്ക് ഭാഗത്ത് ഇറാന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അതുപോലെ ഈ മലനിരകളിൽ ഗോൾഡ്, യുറേനിയം, സിൽവർ, സിങ്ക് തുടങ്ങിയ ധാതുക്കളുടെ ഉയർന്ന അളവിലുള്ള നിക്ഷേപമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സിങ്ക് റിസർവാറുകൾ ഇറാനിലുണ്ട്. അതുപോലെ പേർഷ്യൻ ഗൾഫിന്റെ അടുത്തായി വലിയ അളവിലുള്ള എണ്ണയുടെയും ഗ്യാസിന്റെയും നിക്ഷേപം കണ്ടെത്തിയതോടുകൂടി ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും ഉയർന്നു. ഇന്ന് ഇറാന്റെ കയ്യിൽ ലോകത്തിലെ എണ്ണ നിക്ഷേപത്തിന്റെ 10%വും നാച്ചുറൽ ഗ്യാസിന്റെ 15%വും ഉണ്ട്. ഇറാന് സുരക്ഷ നൽകുന്ന മറ്റൊരു കാര്യം പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനിനും ഇടയിലുള്ള 2500 കിലോമീറ്റർ നീളമുള്ള കടൽക്കരയാണ്. ഇവിടെയാണ് ബന്ദർ അബ്ബാസ് എന്ന ഇറാന്റെ ഏറ്റവും വലിയ തുറമുഖം. ഇത് ലോകത്തിലെ ഇമ്പോർട്ടന്റ് ചോക്ക് പോയിന്റ് ആയ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ നിന്ന് വെറും 70 കിലോമീറ്റർ അകലെയാണ്. ഒരുപക്ഷെ ഇറാൻ ഇത് തടഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ തകരും. കാരണം ലോകത്തിലെ എനർജി സപ്ലൈയുടെ 15% ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഇതുവഴി പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ മലനിരകളും കടലും കടന്ന് ഇറാന്റെ ഉള്ളിൽ കടന്നാൽ മറ്റൊരു പ്രോബ്ലം
ഇവിടെയുള്ള ലൂത്ത് ഡെസേർട്ടും കവീർ എന്ന ഡെസേർട്ടുമാണ്. ഈ ലൂത്ത് മരുഭൂമിയിൽ ചില സമയങ്ങളിൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് എത്താറുണ്ട്. ഇങ്ങനെ അസാധാരണമായ ഒരു ഭൂപ്രകൃതിയാണ് ഇറാന്റേത്. 1970 വന്ന ഷിയ വിപ്ലവത്തിന് മുമ്പ് ഇറാൻ ഒരു ലിബറൽ രാജ്യമായിരുന്നു. അന്ന് അമേരിക്കയും ഇറാനും സൗഹൃദ രാജ്യങ്ങളുമാണ്. ഈ സമയം അമേരിക്ക ഇറാന് യുദ്ധവിമാനങ്ങളും നൽകിയിരുന്നു. പക്ഷേ ഇമാം ഖൊമേനി ഇറാനിൽ അധികാരത്തിൽ എത്തിയതോടുകൂടി ഇതെല്ലാം മാറി. അതുപോലെ 1979 വരെയും ഇസ്രായേൽ ഇറാന്റെ കൂട്ടുരാജ്യമാണ്. 1948 ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം രാജ്യം ഇറാനായിരുന്നു. പക്ഷേ ഇമാം ഖൊമേനി അധികാരത്തിൽ എത്തിയതോടുകൂടി ഇസ്രായേലിനെ പാലസ്തീന്റെ ആദ്യ ശത്രുവായി പ്രഖ്യാപിച്ചു. ഇറാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലുണ്ടായ വിള്ളൽ കാരണം അമേരിക്കയുടെയും ഇറാന്റെയും ബന്ധത്തിലും ഉലച്ചിലുണ്ടായി. ഈ ബന്ധങ്ങളിൽ മാത്രമല്ല, ഇറാനെ ചുറ്റിയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും ഇറാന്റെ ഷിയ റെവല്യൂഷൻ കണ്ട് ഭയന്നിരുന്നു. ഇറാന്റെ ഈ ഐഡിയോളജി അറബ് നാടുകളിലേക്ക് വ്യാപിച്ച് അവരെ ബാധിക്കുമോ എന്ന് പേടിച്ചിരുന്നു. കാരണം എല്ലാ അറബ് രാജ്യങ്ങളിലും രാജഭരണമാണ്. അതും ഷിയ സുന്നി മുസ്ലിംസിന്റെ ഇടയിൽ വേർപാടുകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കാരണം 1980 എല്ലാ അറബ് രാജ്യങ്ങളും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തു. ഈ അറബ് രാജ്യങ്ങളുടെയും തങ്ങളുടെ പ്രധാന ശത്രുവായ ഇസ്രായേലിന്റെയും ഇടയിൽ ഇറാൻ ഉള്ളത് കാരണം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലേക്കും റെവല്യൂഷൻ വ്യാപിപ്പിക്കണമെന്ന് ഇറാൻ മനസ്സിലാക്കി. ഇതാണ് ഇറാനിൽ നിന്ന് ഇസ്രായേൽ വളരെയധികം ദൂരെയാണെങ്കിലും ഇടയ്ക്കിടെ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നത്. ഇതിനായി ഇസ്രായേലിനെതിരായ എല്ലാ പ്രോക്സി ഗ്രൂപ്പുകളെയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് പാലസ്തീനിലെ ഹമാസ്, ലെബനിലെ ഹിസ്ബുള്ള, സിറിയയിലെ ഫാത്തമിയോൺ ബ്രിഗേഡ്, യമനിലെ ഹൂതികൾ. ഈ മുഴുവൻ നെറ്റ്വർക്കും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്നു. ഈ നെറ്റ്വർക്കിനെ ഉപയോഗിച്ച് ഇറാനെതിരെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 100 തവണ ആലോചിക്കാൻ മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ പ്രഷർ ഉണ്ടാക്കാൻ കഴിയും. ഇറാന്റെ ഈ പ്രോക്സി വാർഫെയർ സ്ട്രാറ്റജി ഇറാനെ ഒരു അപകടകരമായ രാജ്യമാക്കി മാറ്റുന്നു. അതുപോലെ ഇറാന്റെ ഡ്രോൺ ടെക്നോളജി ലോകത്തിൽ തന്നെ മികച്ചതാണ്. അതുപോലെ ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളും ധാരാളമുണ്ട്. ഇതുകൂടാതെ റഷ്യയും ചൈനയും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഏത് രാജ്യമാണെങ്കിലും ഇറാനെ ആക്രമിക്കാൻ ഒന്ന് ആലോചിക്കേണ്ടി വരും.